ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നാടൻ കൂട്ടാനാണ് ഉണ്ടാക്കണേ. സാധാരണ നമ്മൾ മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ മുരിങ്ങക്കായും മാങ്ങയും വെള്ളരി മാങ്ങയ്ക്ക് വയ്ക്കും. പക്ഷെ അതിലങ്ങനെ പരിപ്പ് ചേർക്കാറില്ല. അപ്പോൾ പരിപ്പ് ചേർത്തിട്ട് മാങ്ങ കൂട്ടാൻ വയ്ക്കുമ്പോൾ, പരിപ്പും മാങ്ങയും കൂട്ടാൻ വയ്ക്കുമ്പം നല്ല സ്വാദാണ്. എനിക്കിതൊരു ഫ്രണ്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിത് വെച്ച് നോക്കിയപ്പോൾ ഇഷ്ടം തോന്നി. അപ്പോൾ ഒരു പ്രാവശ്യം വെച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് പരിപ്പ്, ഒരു ഒരു ഉള്ളു പരിപ്പ്, ഒരു പിടി ഇത്രയൊക്കെ ഉണ്ടാവും. ആ പരിപ്പ് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ്. കഴുകി കൊണ്ടുവന്നതാണ്. അത് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കാം. അതൊക്കെ കൂട്ടാൻ അധികം വേണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ പരിപ്പ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പിടി പരിപ്പ് എടുത്തിട്ടുള്ളൂ. ചെറിയൊരു കൂട്ടാനായിട്ടാണ് വയ്ക്കുന്നത്. അത് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം, ആവശ്യമായ വെള്ളം. എന്നിട്ടിത് ഒരു 2-3 വിസിലെടുത്തിട്ട് വേവിക്കണം. ആ സമയം കൊണ്ട് ഞാനിത് ഇതിലേക്കൊന്ന് നന്നാക്കി കൊണ്ടുവരാം. അതായത് നമ്മൾ 2 മുരിങ്ങയ്ക്കയുണ്ട്, ഒരു മാങ്ങയുണ്ട്, പിന്നെ ചെറിയ ഉള്ളിയുണ്ട്, ഒരു ചെറിയ സവാളയുണ്ട്. ഇതെല്ലാം ഒന്ന് മുറിച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോഴത്തേക്ക് ആ പരിപ്പ് വേവട്ടെ. അപ്പം നമ്മൾ ഈ പരിപ്പൊക്കെ വെന്തു കേട്ടോ, നന്നായി വെന്തു. അതിലേക്ക് നമ്മൾ കഷ്ണങ്ങൾ ചേർക്കുകയാണ്. നമ്മൾ മുരിങ്ങക്കായ ചേർക്കുകയാണ്, പിന്നെ നമ്മളെ മാങ്ങ, പിന്നെ നമ്മളെ സവാള, ചെറിയുള്ളി എല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പൊടികൾ, അത് മഞ്ഞൾപ്പൊടി, സാധാരണ നമ്മൾ കൂട്ടാൻ വയ്ക്കുന്ന പോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കൂട്ടാനാണ്. നല്ല സ്വാദുണ്ട്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്തു. മുളക് പൊടി എൻ്റെ അളവ് വളരെ കുറവായിരിക്കും, എപ്പോഴത്തെയും പോലെ കുറച്ച് ചേർക്കുന്നുള്ളൂ. മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ. എനിക്ക് എരിവ് ഇവിടെ ഒട്ടും ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനത് കുക്കർ കഴിഞ്ഞിപ്പോൾ ഞാൻ വിസിൽ അടുപ്പിക്കുന്നില്ല കേട്ടോ. കാരണം മുരിങ്ങക്കായും മാങ്ങയൊക്കെ അല്ലേ, എന്താണ്ട് ഉടഞ്ഞു പോവും. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് ഒന്ന് വേവട്ടെ, പെട്ടെന്നായിക്കോളും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യത്തിനുള്ള നാളികേരം അരച്ച് കൊണ്ടുവരണം. അപ്പോൾ അത് ഈ നാളികേരം ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. ഒരുപാട് നാളികേരം വേണ്ടെന്ന് വെച്ചാൽ പരിപ്പുണ്ടല്ലോ. ആവശ്യത്തിന് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം ചേർക്കണം. ജീരകപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ജീരകമായാലും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ഇവിടെ പൊടിയുള്ളതുകൊണ്ട് ഞാൻ പൊടി ചേർക്കണമെന്ന് മാത്രം. നാളികേരം ഇപ്പോൾ പറയുന്ന അളവ് പറയുകയാണെങ്കിൽ ഒരു അരമുറി നാളികേരം, ചെറിയ മുറിയായിരുന്നു കേട്ടോ. അപ്പോൾ അധികം ആയിക്കഴിഞ്ഞാൽ എന്താ പറയുക, വല്ലാണ്ട് അങ്ങനെ തിക്കായി പോകും കറി. അപ്പോൾ അതിൻ്റെ ഒരു ഒഴിച്ചുകൂട്ടാനല്ലേ, അതുകൊണ്ടാണ് കുറച്ച് എടുത്തത്. അപ്പോൾ ഇതൊന്ന് അവിടെ കിടന്നാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ നാളികേരം അരച്ച് നന്നായി നല്ല മയത്തിൽ അരച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഈ കഷ്ണമൊക്കെ വെന്തു. അതിലേക്ക് ഞാൻ ഈ അരച്ച് വെച്ച നാളികേരം, അതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിങ്ങോട്ട് ചേർക്കുകയാണ് കേട്ടോ. നന്നായി അരയ്ക്കണേ, ഒഴിച്ച് കൂട്ടാനാണല്ലോ. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇതിൻ്റെ കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ഉപ്പൊക്കെ നോക്കണം. അപ്പോൾ ഈ കൂട്ടാൻ നന്നായിട്ട് ഉണ്ട്, നല്ല ഒഴിച്ച് കൂട്ടാനായിട്ട് വന്നു. ഉപ്പൊക്കെ ഞാൻ നോക്കി പാകാണ്. അപ്പോൾ ഇനി നമുക്കിത് വാങ്ങാം. ഒരു തിളയും കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വാങ്ങാം. അപ്പോൾ ഈ കൂട്ടാൻ നന്നായി തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വാങ്ങിയിട്ട് അത് വറുത്തിടേണ്ട കാര്യങ്ങൾ നോക്കാം. കരിവേപ്പിലയാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ഉണക്കമുളക്, 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാം കേട്ടോ. ഈ വെള്ളം പോണ സമയം കൊണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുക്കും. എന്നിട്ട് വെളിച്ചെണ്ണ ചേർക്കുക ചെയ്യാം, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉലുവയും കൂടെ ചേർക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചേർക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ചേർത്തു. ഇനി അതൊന്ന് പൊട്ടി വരട്ടെ. നമ്മളെ കൂട്ടാൻ്റെ പണി കഴിഞ്ഞു. കടുകൊക്കെ വറുത്തിട്ടു. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെ പരിപ്പും മാങ്ങയും ഇട്ടിട്ടുള്ള കൂട്ടാൻ തയ്യാറായിട്ടുണ്ട്. ഈ മുരിങ്ങയ്ക്ക് പകരം വെള്ളരി ചേർക്കാം, കുമ്പളം ചേർക്കാം, അങ്ങനെ പച്ചക്കറിയൊക്കെ നമുക്ക് മാറ്റിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല സ്വാദുള്ളൊരു കൂട്ടാനാണ്. പരിപ്പും ആ മാങ്ങയും കൂടെ ഉള്ള കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു ഒഴിച്ചു കൂട്ടാനാണ്, ഒരു നാടൻ കൂട്ടാൻ കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഈ പരിപ്പും മാങ്ങയും ചേർത്തിട്ടുള്ള ഈ ഒരു നാടൻ കൂട്ടാൻ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ.
ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.